ഉപവസിക്കണം, ഉപവസിക്കണം, ഉപവസിക്കണം. ഈ നോമ്പിൻ്റെ കാലയളവിൽ പലതവണ പലയിടങ്ങളിൽ നിന്നും കേട്ടുപോയ ഒരു വാക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു തർക്കം വരെ വചനത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഉപവാസം? ഉപവസിക്കുക, കൂടെ വസിക്കുക. ആരുടെ കൂടെ? അതാണ് ചോദ്യം. ഭക്ഷണ സാധനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുന്നത് ഉപവാസമല്ല, അതൊരു വർജന മാത്രമാണ്. എന്താണ് ഉപവാസം? ഒരു പടി കൂടി കടന്നതാണ്. വേണ്ട എന്ന് വെക്കുന്നത് മാത്രമല്ല, വേണമെന്ന് വെക്കുന്നത് കൂടിയാണ്. വർജന മാത്രമല്ല, നോ പറയുന്നത് മാത്രമല്ല, യെസ് പറയുന്നതും കൂടിയാണ്. എന്താണ് യെസ്? എന്താണ് അതെ എന്ന് പറയേണ്ടത്? അത് ഈശോ, ദൈവത്തോടൊപ്പം കൂടെ വസിക്കുന്ന അവസ്ഥ, ഈശോയുടെ കൂടെയുള്ള നിൽക്കുന്ന ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഉപവസിക്കുക, കൂടെ വസിക്കുക. ഈ ഉപവാസത്തിന് ഇങ്ങനൊരു മാറ്റും അർത്ഥവും ഉണ്ടെന്ന് ജീവിതത്തിൽ തിരിച്ചറിയട്ടെ. അങ്ങനെ ഒരു അനുഭവമായി ഉപവാസത്തെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. ആമേൻ.